ഒക്ടോബർ 2 ബാപ്പുജിയുടെ 155-ാം ജന്മദിനം. ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പോരാടിയ ധീരപുരുഷൻ. ഇന്ത്യക്ക് വേണ്ടി ഗാന്ധി നൽകിയത് അദ്ദേഹത്തെ തന്നെയായിരുന്നു. ഒരു രാജ്യവും സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിൽ സ്വാതന്ത്ര്യം നേടിയതായി ചരിത്രമില്ലാത്തപ്പോൾ ഇന്ത്യയുടെ പേരിൽ അങ്ങനെയൊരു ചരിത്രം രചിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിക്കും പുത്ലിബായിക്കും ഒരു ആൺകുഞ്ഞ് പിറന്നത്. കുഞ്ഞിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പേരിട്ടു. കുഞ്ഞു ജനിച്ചപ്പോൾ മാതാപിതാക്കൾ അറിഞ്ഞു കാണില്ല, പിൽക്കാലത്ത് ഒരു രാജ്യത്തെ തന്നെ നയിക്കാൻ കെൽപ്പുള്ള നേതാവായി അവൻ മാറുമെന്ന്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ വഴി വെട്ടിത്തുറക്കുകയായിരുന്നു അദ്ദേഹം. അഹിംസയെ സമരായുധമാക്കി ലോകത്ത് അദ്ദേഹം മായാത്ത മുദ്ര പതിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയവയുടെ അമരത്ത് ഗാന്ധിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമരമാർഗങ്ങളെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലെ സംഭാവനകളായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പൗരാവകാശ പ്രസ്ഥാനത്തിന് രൂപം നൽകിയതോടെ ഗാന്ധിയുടെ സ്വാധീനം ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ കഠിന ശ്രമങ്ങൾക്ക് ഫലമായി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും ലഭിച്ചു. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത നേതാവ്. രാജ്യം മുഴുവൻ അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചു. ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യമെന്ന വാക്ക് കേട്ടാൽ ഓർക്കും രാജ്യത്തിനായി പോരാടിയ ആ ധീര നേതാവിനെ. ന്യൂസ് ഡെസ്ക് ETV ഭാരത്.